ഇന്ന് അനിയൻ്റെ അനിയത്തിയുടെയും കല്യാണം കഴിഞ്ഞിട്ട് കറക്റ്റ് 1 മാസം തികയാണ്. അവരപ്പോൾ വീട്ടിൽ ഇരുന്നപ്പോൾ ഞാൻ പറഞ്ഞത് അന്ന് ഒരു കാര്യം ചെയ്യും, ആര്യാസിലോട്ട് പോയേക്കാം, എൻ്റെ ചിലവായിക്കോട്ടെ, നമുക്ക് ഭക്ഷണം മേടിക്കാമെന്ന് പറഞ്ഞുകൊണ്ടാണ് കൊണ്ടുപോയത്. അവിടെ ചെന്നിട്ട് ഇവർ കാണിച്ചു കൂട്ടിയ കാണീരുണ്ടല്ലോ, നിങ്ങൾ തന്നെ കണ്ടു നോക്കുക ഐസ്. അങ്ങനെ മെനു കാർഡ് കിട്ടി. പനീർ ഗോബി, ചില്ലി പൊറോട്ട, കൈമ പൊറോട്ട, ഓണിയൻ പൊറോട്ട, ചില്ലി ഗോബി, ചില്ലി പൊറോട്ട, പനീർ എല്ലാം കൂടെ കണ്ടിട്ട് അവർക്ക് 2 പേർക്കും ഉണ്ടല്ലോ തല ചൂടായി. മഷ്റൂം കഴിക്കുന്നില്ലല്ലേ? അപ്പോഴാണെങ്കിൽ അവർ 2 പേരും പൊരിഞ്ഞിടിയോടിയിടി ഒന്നും പറയണ്ട. നിങ്ങളെ ഞാൻ കാണിച്ചു തരുമ്പോൾ മനസ്സിലായിക്കോട്ടെ, നോക്കണ്ടോ. അവർക്ക് അത് വേണമെന്ന് പറഞ്ഞപ്പോൾ അവൻ പറയുക, എടി അത് കൊള്ളത്തില്ല, ഇത് മേടിക്കാം. പിന്നെ അന്ന് പറയാമെന്ന് അവൾ പറഞ്ഞപ്പോഴത്തേക്കും അന്നേ പിന്നെ അന്ന് ഞങ്ങൾ തീരുമാനിക്കുന്നവർ പറഞ്ഞ് ഭയങ്കര വഴക്ക്. ഞാനപ്പോഴും വിചാരിച്ച് ഇത് എന്ത് കാണിച്ചു കൂട്ടുന്നത് ഓർത്തുകൊണ്ട് ഞാനാണെങ്കിൽ ഒരു ഫ്രൈഡ് റൈസ് അങ്ങോട്ട് പറഞ്ഞു. അങ്ങനെ അവസാനം എൻ്റെ പനീർ ഫ്രൈഡ് റൈസ് എത്തി. ഞാനത് കഴിച്ച് എന്തായാലും തുടങ്ങി. അവർക്ക് അപ്പോഴും ഒരു തീരുമാനത്തിലെത്താൻ പറ്റിയിട്ടില്ല എന്ത് ഓർഡർ ചെയ്യണമെന്ന്. അങ്ങനാണ്ട് അവസാനം അവർ 2 പേരും തീരുമാനത്തിലെത്തി. ഒരാൾ മഷ്റൂം മസാല ദോശയും ഒരാൾ ന്യൂഡിൽസും. അങ്ങനെ നവനീതിൻ്റെ മഷ്റൂം മസാല ദോശ വന്നു. അപ്പോഴത്തേക്കും അവക്കാണെങ്കിൽ ന്യൂഡിൽസ് എത്താത്തതിൻ്റെ കൊതി. അപ്പോഴത്തേക്കും ദേ കിടക്കുന്നു അവിടെ ന്യൂഡിൽസും. എന്താ ഇത്? ഇവളാരെ ചൈനക്കാരിയോ? ഫോർക്കൊക്കെ ഇട്ട് കഴിക്കണു. ഡി വരത്തില്ല, ഞാൻ മാറ്റി വെച്ച അങ്ങോട്ട്. അത് മാറ്റി വെക്ക്. ഇടി വരുത്തില്ല എന്ന് പറഞ്ഞില്ലേ? മാറ്റി വെക്കടി അങ്ങോട്ട്, മാറ്റിയെടുത്തിട്ട് അങ്ങോട്ട് കഴിച്ചേ. അങ്ങനെ ഞങ്ങളുടെ ന്യൂഡിൽസിൻ്റെ നാടകം അവസാനിപ്പിച്ചു. അടുത്തതായി ചെസ് നമ്പർ 2 ബട്ടൂര. ടിങ് ടിങ് ടിങ്. ചെസ് നമ്പർ 2 ബട്ടൂര. അവൾ അതിൽ കുത്തി അതിൻ്റെ ആവിയെല്ലാം എടുത്ത് വെളിയിലോട്ട് വന്നു. അവിടെ കൈ പൊള്ളി എന്ന് പറഞ്ഞ് അവൻ്റെ അടുത്ത് കരയുന്നുണ്ടായിരുന്നു. ഇവളുടെ കോപ്രായം കണ്ട് മടുത്തുകൊണ്ട് ഞാനും വിചാരിച്ചു എന്നാൽ പിന്നെ ഞാനും ഒരു പ്ലെയിൻ റോസ്റ്റ് ഓർഡർ ചെയ്യാമെന്ന്. അങ്ങനെ ഞാൻ പ്ലെയിൻ റോസ്റ്റ് ഓർഡർ ചെയ്തു. പ്ലെയിൻ വരുന്നതിനേക്കാളും ഫാസ്റ്റിൽ ഒരു പ്ലെയിൻ റോസ്റ്റ് ഇങ്ങോട്ട് വന്നു. പ്ലെയിൻ വരുന്നതിനേക്കാളും സ്പീഡിൽ പ്ലെയിൻ റോസ്റ്റ് വന്നുകൊണ്ട് നവനീതിന് അത് കണ്ടിട്ട് സഹിച്ചില്ല. അവനും അപ്പോൾ ഓർഡർ ചെയ്തു ചില്ലി പൊറോട്ട തന്നെ. ചില്ലി പൊറോട്ടയാണ് അവൻ്റെ മെയിൻ ഐറ്റം. എന്നാൽ തന്നെ അവൻ ആദ്യം ദോശ ഓർഡർ ചെയ്തെന്നുള്ളതേ ഉള്ളൂ. ചില്ലി പൊറോട്ട ഒത്തിരി ഉണ്ടായതുകൊണ്ട് അവൾക്ക് വേണ്ടാന്ന് പറഞ്ഞപ്പോൾ ഞാനും നവനീതും അതെടുത്തങ്ങ് കഴിച്ചു. അവസാനം കഴിച്ച് നവനീതിനാണെങ്കിൽ ശ്വാസം മുട്ടി. വയ്യടി എന്ന് പറഞ്ഞ് അവളെ നോക്കിയപ്പോഴത്തേക്കും അവൾക്കും അതിൻ്റെ ബാക്കി. എനിക്കും വയ്യ. എന്നിട്ടൊരു ചെറിയ പുഞ്ചിരിയും കൂടെ. എന്നാൽ ഞാനിതങ്ങ് തീർക്കാമെന്നുള്ള മട്ടിൽ. ഏതായാലും വീഡിയോ എടുക്കുകയാണല്ലോ, അപ്പം വേണ്ടെന്ന് പറഞ്ഞുകൊണ്ടിരുന്നാലും കഴിക്കേണ്ടത് നമ്മൾ തന്നെ ആണല്ലോ എന്നോർത്തുകൊണ്ട് വീഡിയോയ്ക്ക് വേണ്ടി അവളും കഴിച്ചു, അവനും കഴിച്ചു, കൂടെ ഞാനും കുറച്ച് കഴിച്ചു. ലാസ്റ്റ് പ്ലേറ്റൊക്കെ വന്നപ്പോഴത്തേക്കും പ്ലേറ്റിൻ്റെ എണ്ണം എടുക്കാൻ വേണ്ടി അവിടുന്ന് മാനേജർ ഇറങ്ങി വന്നിട്ട് ഞങ്ങളടുത്ത് ചോദിച്ചു, നിങ്ങൾ 3 പേരെ ഉള്ളായിരുന്നോ കഴിക്കാനെന്ന്. പിന്നെ ഞങ്ങളതൊന്നും പാവം വെച്ചില്ല, ഏതായാലും ചിലവല്ലേ, അപ്പോൾ പിന്നെ ചിലവ് തന്നെ ആയിക്കോട്ടെന്ന് ഞങ്ങളും അങ്ങ് വിചാരിച്ചു. എവിടെ പോയാലും ഞങ്ങൾ വീട്ടിൽ കാണിക്കുന്നത് തൊട്ട് തന്നെ ഞങ്ങളെല്ലാ ടേബിളും കാര്യങ്ങളും എല്ലാം ഒതുക്കിയിട്ട് അപ്പനും അമ്മയ്ക്കും ഉള്ള ചപ്പാത്തിയും പാഴ്സലും മേടിച്ചു. ചില്ലി പൊറോട്ട തീർന്നില്ല, അതും ഞങ്ങൾ പാഴ്സലെടുത്തു. ബില്ല് കണ്ടപ്പോഴത്തേക്കും ഞങ്ങൾ കഴിച്ചതുകൂടെ ദഹിച്ചു, പ്രത്യേകിച്ച് എൻ്റെത്. എല്ലാം കഴിഞ്ഞ് ബില്ല് കൊടുക്കാൻ വേണ്ടി വന്നപ്പോഴത്തേക്കും അവൾക്കൊരു ചെറിയ ആഗ്രഹങ്ങളെ, ഇത്രയും കഴിച്ചില്ല ഐസ്ക്രീം വേണമെന്ന്. അവസാനം ഐസ്ക്രീം വാങ്ങി ഞങ്ങൾ ബില്ലും കൊടുത്ത് വീട്ടിലേക്ക് ഞങ്ങൾ പോകുന്ന വഴി അവിടെ ഒരു ഡാൻസും. അങ്ങനെ ഇന്നത്തെ ഞങ്ങളുടെ നൈറ്റ് റൈഡും നൈറ്റ് ഫുഡിങ്ങും ഞങ്ങളുടെ കഴിഞ്ഞു. അപ്പം ഇനി നാളെ കാണുന്നിടം വരെ എല്ലാവർക്കും ശുഭനിദ്ര, ശുഭരാത്രി.